വാക്കുകൾക്ക് എക്കാലവും പ്രസക്തി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾക്ക് മനുഷ്യനെ നന്മയിലേക്കും പുതിയ ചിന്തയിലേക്കും അധ്വാനത്തിലേക്കും നയിക്കാനുള്ള ശേഷിയും അർത്ഥവ്യാപ്തിയുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. പണസമ്പാദനത്തിനായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്തും വ്യവസായങ്ങൾ നടത്തിയും അതിലുപരി മറ്റുള്ളവരെ വഞ്ചിച്ചും വരെ ഇന്നത്തെ തലമുറ പണസമ്പാദനം നടത്തി വരുന്നു. മാർഗം എന്തായാലും പണം നേടുക എന്നതായി ഇന്നത്തെ സമൂഹത്തിലുള്ളവരുടെ ലക്ഷ്യം എന്നതിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമ്പാദിക്കുന്ന ധനം ചെലവാക്കുന്നതിനും ഇന്ന് നിരവധി വഴികളാണുള്ളത്. അനാവശ്യമായി ധനം ചെലവാക്കാനുള്ള വഴിയും അവർ തന്നെ കണ്ടെത്തുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന വിവാഹങ്ങൾ തന്നെ ഒന്ന് നോക്കാം. ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും മകുട ഉദാഹരണമായാണ് അവ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ആഭരണങ്ങളായും ആഹാരമായും പന്തൽ അലങ്കാരമായുമൊക്കെ ഓരോ വിവാഹങ്ങൾക്കും ലക്ഷങ്ങൾ അതിലുമല്ലെങ്കിൽ കോടികളാണ് ചിലവഴിക്കുന്നതിന് ആർക്കും ഒരു മടിയുമില്ലാത്ത അവസ്ഥയാണ്. അതിൻ പ്രകാരം എന്തൊക്കെ അരുതായ്മകളാണ് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് അറിവുള്ളതാണ്. ഈ അവസരത്തിലാണ് ഗുരുദേവന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നത്. അനാവശ്യമായി ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല എന്നാണ് അദ്ദേഹം അരുളി ചെയ്തത്. ഈ നാട്ടിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വിശപ്പിനെ തോൽപ്പിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നിരവധി സാധുജീവികൾ നമുക്ക് ചുറ്റും ഗതിയില്ലാതെ അലയുമ്പോഴാണ് നമ്മൾ ധനം അനാവശ്യമായി വിനിയോഗം ചെയ്യുന്നതെന്ന് നാം ഓർക്കണം. ധനാഢ്യനെന്ന് ലോകരെ ബോധിപ്പിക്കേണ്ടത് അങ്ങനെയല്ലെന്നും സാധുക്കൾക്കായി പ്രവർത്തിക്കുന്ന നന്മയാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരമെന്നും ഗുരുദേവൻ ഉപദേശിക്കുന്നു. ആ മഹാഗുരുവിന്റെ വാക്കുകൾ ഇനിയും വരും തലമുറയ്ക്കും വെളിച്ചമായി മാറട്ടെ.